നീ ദയയ്ക്കു വേണ്ടി യാചിച്ചവർ ജീവിക്കുവാൻ വേണ്ടി നിനക്ക് മുമ്പിൽ കൈനീട്ടും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. നിങ്ങൾ കേട്ടത് മുൻപേ പ്രൈസർ ഫാമിലിക്കൊപ്പം കൂടിയ ഒരു സഹോദരൻ്റെ പിൽക്കാല സാക്ഷ്യമാണ്. ഒപ്പം വിശുദ്ധ വേദപുസ്തകം നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പും നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയും തന്നെ. ആരോടെന്നോ, സഹോദരി, നിന്നോട് തന്നെ അവരുടെ ദയക്കായി എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകുവാൻ അനുവദിക്കണമേ എന്ന്. എനിക്കും ജീവിക്കണ്ടേ, ചത്ത് കളയാൻ പറ്റത്തില്ലല്ലോ. നീ കരയുക, ദയയ്ക്ക് വേണ്ടി കാല് പിടിക്കുക, യാചിക്കുക. പക്ഷേ അവർ ദയ കാണിക്കുന്നില്ല. ഒരിറ്റ് കനിവ്, ഒരു മനസ്സലിവ് നിന്നോടില്ല. ജീവിക്കുവാൻ അനുവദിക്കത്തില്ല, ആ വീട്ടിൽ തുടരുവാൻ അനുവദിക്കത്തില്ല, ആ ഭാര്യ ഇരിക്കുവാൻ നിന്നെ വിടത്തില്ല, നിൻ്റെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കുവാൻ സമ്മതിക്കത്തില്ല, നിൻ്റെ കണ്ണുകൊണ്ടത് കാണത്തില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുന്നവർ പിന്നെയും പിന്നെയും യാചിക്കുക, മറ്റു നിവർത്തിയില്ലാത്തതുകൊണ്ട്. അല്ലേ ബ്രദർ, നിന്നോട് തന്നെ അവരുടെ ദയയ്ക്ക് വേണ്ടി യാചിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ആ സഹോദരനും ഒരു രാത്രി പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ കൈനീട്ടി മടുത്തു. പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നത് സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലായ ഒരു വ്യക്തി തന്നെ സഹായിക്കുവാൻ വേണ്ടി ഒത്തിരി പേരോട് കൈനീട്ടി പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടതാ ദൈവസേനയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. തുടർന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി. അദ്ദേഹം യാചിച്ചത് താനായിരിക്കുന്ന ആ രാജ്യത്ത് തനിക്കൊപ്പമുള്ള തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരോട്, തൻ്റെ റൂംമേറ്റ്സിനോട്, തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കാൻ വിട്, എന്നെ ഇനി ഉപദ്രവിക്കരുതേ. ആദ്യമൊക്കെ ഉപദ്രവമുണ്ടാകുന്നു പല നിലകളിൽ. ജോലിസ്ഥലത്ത് തന്നെക്കുറിച്ച് പലതും താൻ കേട്ടിട്ടില്ലാത്തതും ചെയ്യാത്തതും പറയാത്തതുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. തനിക്കവിടെ പ്രഷർ ഉണ്ടാകുന്നു. പിന്നെ മനസ്സിലായി, മറ്റാരുമല്ല, കാണാത്ത എവിടെയോ ഒളിഞ്ഞിരിക്കുന്നവനല്ല ശത്രു, എനിക്കൊപ്പമുള്ളവർ, ഒരമ്മ പെറ്റ മക്കളെപ്പോലെ കഴിയുന്നവർ. അല്ലേ സഹോദര, ശത്രു മറ്റാരുമല്ല, ഏറ്റവും അടുത്ത് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ. അത് വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കാൾ അവരാണ് ശത്രുക്കളെന്ന് അറിയുമ്പോൾ മനസ്സിനകത്തൊരു തീയ, ഒരു പിടച്ചില, അതേ പിടച്ചില ആ സഹോദരനും. എന്നിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരല്ലേ എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ കരഞ്ഞു, അവരുടെ ദയയ്ക്ക് വേണ്ടി യാചിച്ചു. നിങ്ങൾ എന്നെ ഒന്ന് വിട്, എൻ്റെ അവസ്ഥ എന്നെക്കാൾ നിങ്ങൾക്കറിയാമല്ലോ, എനിക്കിവിടെ പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ, ഈ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. സഹോദരൻ, നീ കരയുക, നിന്നെ അവിടെ തുടരുവാൻ അനുവദിക്കത്തില്ല എന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന ദുഷ്ടമനുഷ്യരുടെ മുമ്പിൽ അവരുടെ ദയയ്ക്ക് വേണ്ടി നീ യാചിക്കുക. സിസ്റ്ററെ കേൾക്ക്, അവിടെ എൻ്റെ കർത്താവ് നിന്നെ ഉറപ്പിക്കുവാൻ പോകുക. വിശ്വാസത്തോടെ ദൂതേറ്റെടുത്ത് പ്രാർത്ഥിക്കുക, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഇതേ വാക്കുകൾ അവരുടെ ദയയ്ക്ക് വേണ്ടി യാചിച്ച് അവസാനം അവരുടെ കഠിന ഹൃദയത്തിനൊരു മാറ്റം വരത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ് പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ച ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, ബ്രദർ കേൾക്ക്, നിൻ്റെ യാചനയുടെ ശബ്ദം കേൾക്കാത്തവർ നിനക്ക് മുമ്പിൽ കൈനീട്ടുന്ന നാളുകളെ എൻ്റെ ദൈവം നിനക്കായി ഒരുക്കുവാൻ പോകുന്നു. അദ്ദേഹത്തിന് സംശയം തോന്നിക്കാണും. ആ സംശയത്തിൻ്റെ നിവർത്തിക്കായി നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ പറഞ്ഞു. 42-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു, അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. യോസേഫിൻ്റെ സഹോദരന്മാരും വന്ന് അവന് സാഷ്ടാംഗം നമസ്കരിച്ചു. യോസേഫിൻ്റെ സഹോദരന്മാർ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ ഒരു വലിയ ചരിത്രം ആരംഭിക്കുകയാണ്. ഒരു മനുഷ്യനെ, എന്നെ കേൾക്കുന്ന നിങ്ങളെപ്പോലെ കരയിക്കപ്പെട്ട ഒരു മനുഷ്യനെ ദൈവം മാനിക്കുന്ന സാക്ഷ്യം. ഒത്തിരി കരഞ്ഞുവോ ഒപ്പമുള്ളവർ, പ്രിയപ്പെട്ടവർ, ചേർത്ത് നിർത്തേണ്ടവർ? ഒത്തിരി കരയിക്കുന്നുവോ സിസ്റ്ററെ, ബ്രദറെ, പ്രിയ അമ്മേ, പ്രിയ പിതാവേ, മക്കളെ, നിങ്ങളെ ഒത്തിരി കരയിപ്പിക്കുന്നു, അവരെ ഒത്തിരി സങ്കടപ്പെടുത്തുന്നുണ്ടോ? കേൾക്ക്, നിൻ്റെ ചരിത്രം, അതേ യോസേഫിൻ്റെ ചരിത്രം നിന്നിലൂടെ ഈ കാലഘട്ടത്തിൽ ആവർത്തിക്കപ്പെടുവാൻ പോകുന്നു. നിൻ്റെ ദേശത്തിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ സഭയിൽ, നിന്നെ അറിയുന്നവരുടെ മധ്യത്തിൽ. 37-ാം അധ്യായത്തിലാണ് ആ ചരിത്രം ആരംഭിക്കുന്നത്. യോസേഫിൻ്റെ മകനായ, യാക്കോബിൻ്റെ മകനായ യോസേഫ് തൻ്റെ സഹോദരന്മാർക്ക് ഏറെ പ്രിയപ്പെട്ടവനാണെന്ന് താൻ കരുതി തൻ്റെ അപ്പൻ്റെ പ്രിയ മകനായി ജീവിച്ച ആ സഹോദരന്മാരുടെ സ്നേഹമന്വേഷിക്കുവാൻ, ക്ഷേമമന്വേഷിക്കുവാൻ കടന്നു പോകുന്ന
യോസേഫ്. സഹോദരന്മാരും യോസേഫും തമ്മിലുള്ള വ്യത്യാസം പ്രായത്തിൻ്റേത് മാത്രമല്ല, സഹോദരന്മാർ ആടുകളുടെ പേറും പിറപ്പും ആടുകളിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്ന സമൃദ്ധിയും സ്വപ്നം കണ്ടപ്പോൾ ദാവീദ് യോസേഫ് ദൈവം തനിക്ക് നൽകുവാൻ പോകുന്ന വാഗ്ദത്തങ്ങളെ സ്വപ്നം കണ്ടു. നിൻ്റെ സ്വപ്നം എന്താണ്? ഈ ലോകത്തിൽ നീ ചേർത്ത് വച്ചിരിക്കുന്നത് പലതുമാണോ? പ്രിയ മാതാവേ, ഈ ലോകത്തിൽ നിൻ്റെ കഴിവുകൊണ്ട്, നിൻ്റെ മക്കളുടെ കഴിവുകൊണ്ട് അവർ എത്തിപ്പെടുവാൻ പോകുന്ന സ്ഥാനങ്ങളാണോ നീ വാങ്ങിക്കൊടുക്കുവാൻ പോകുന്നതോ? നീ ചേർത്ത് വെച്ചിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വരുത്തുവാൻ പോകുന്ന മാറ്റങ്ങളാണോ നിൻ്റെ സ്വപ്നം? അങ്ങനെയെങ്കിൽ ആ സ്വപ്നത്തെ മായ്ച്ചു കളയുകയും നിൻ്റെ സ്വപ്നം ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന അത്ഭുതങ്ങളാകട്ടെ. അത് നിൻ്റെ ബുദ്ധിക്കെത്താത്ത കാര്യങ്ങളാണ്. ഞാൻ ആവർത്തിച്ച് പറയും, ലോകപ്രകാരം നിനക്കൊരു കണക്ക് കൂട്ടലുണ്ടായിരിക്കും. ഇവൻ എവിടെ എത്തും, ഇവൾ എവിടെ എത്തും? നോ, ആ കണക്ക് കൂട്ടൽ മായ്ച്ചു കളയും. എൻ്റെ ദൈവം പുതിയൊരു കണക്ക് അവരെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ മാതാവേ, നിൻ്റെ മക്കളെക്കുറിച്ച്, നിൻ്റെ മകനെക്കുറിച്ച് ഇന്നവരായിരിക്കുന്ന അവസ്ഥ, നോ പാസ്റ്റർ, നല്ലതൊന്നും എൻ്റെ കണക്ക് കൂട്ടൽ എന്നെ പഠിപ്പിക്കുന്നുണ്ട്, നല്ലതൊന്നും എൻ്റെ മക്കളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, നല്ലതൊന്നും അവരിൽ നിന്ന് എനിക്ക് കിട്ടത്തില്ല. നോ, നീ ആ നല്ലത് മദ്യപാനിയായ കറതീന്ന ക്രിമിനലിനെ പോലെ ചിന്തിക്കുന്ന, നല്ലതൊന്നും പറയുവാൻ വാതുറക്കാത്ത നിൻ്റെ തലമുറയിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായ നല്ലത് എൻ്റെ ദൈവം നിനക്ക് നൽകി നിന്നെ മാനിക്കുവാൻ പോകുന്നു. ദൂത് നിന്നോട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങും. ആമേൻ, സ്തോത്രം. നോക്കൂ, യോസേഫ് സഹോദരന്മാരുടെ അടുക്കലേക്ക് പോയി. സഹോദരന്മാർ അവനെ എടുത്ത് പൊട്ടക്കുഴിയിലിട്ടു. 24-ാമത്തെ വാക്യം, 37. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സഹോദരന്മാർ ദൂരദേശത്തായിരിക്കുമ്പോൾ അവരെ തേടിപ്പോകുവാൻ കഴിവുള്ളവനാണ്, കാര്യപ്രാപ്തിയുള്ളവനാണ്, സുബോധമുള്ളവനാണ് യോസേഫ്. എത്ര കരഞ്ഞു കാണും. സഹോദരന്മാരെ, നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരനാണ്, എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? ആദ്യം ആശ്ചര്യമായിരിക്കും ആ സഹോദരനെ പോലെ, പിന്നെ അത് സങ്കടത്തിന് വഴിമാറും, പിന്നെ വല്ലാത്ത മാനസിക സംഘർഷം ഉണ്ടാകും, നിലവിളിക്കും, എന്നെ വിട്ടുകളയല്ലേ, എന്നെ കൈവിടരുതേ, എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല, എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല. സഹോദരി, നീ കരയുക, നിൻ്റെ ഭർത്താവിൻ്റെ കാല് പിടിച്ച്, എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല, എനിക്ക് നിങ്ങളല്ലാതെ ജീവിക്കുവാൻ കഴിയത്തില്ല. കേൾക്ക്, നാളെ അവൻ പറയുവാൻ പോകുക, നീ ഇല്ലാതെ അവന് ജീവിക്കുവാൻ കഴിയത്തില്ല. പ്രിയ മാതാവേ, നിൻ്റെ മകളെ ചേർത്ത് പിടിച്ച്, നിൻ്റെ മകളുടെ ഭർത്താവ്, അതേ ഇന്ന് അവൾ വേണ്ട, ഇവളൊരു അധികപ്പറ്റാണ്, ഇവളുടെ ആവശ്യം എനിക്കില്ല എന്ന് പറയുന്ന അതേ നിൻ്റെ മകളുടെ ഭർത്താവ് അവളെ ചേർത്ത് പിടിച്ച്, ഇവൾ എനിക്കെല്ലാമാണ്, ഇവളില്ലാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല എന്ന് പറയുവാൻ പോകുക. ബ്രദർ, നിൻ്റെ ഭാര്യ നിന്നെ ചേർത്ത് പിടിച്ച്, എൻ്റെ വീട്ടുകാരല്ല, എൻ്റെ ബന്ധുക്കളല്ല, എൻ്റെ ചാർച്ചക്കാരല്ല, എൻ്റെ ഭർത്താവാണ് എനിക്ക് എൻ്റെ മുൻപോട്ട് എന്ന് പറയുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം എൻ്റെ ഭാര്യയോട് ഇടപെടുകയാണ്. ഓ, താങ്ക് യു ലോർഡ്. അപ്പോൾ ഒരുപാട് കരഞ്ഞു. എന്തിനു വേണ്ടി? ജീവിക്കുവാൻ അനുവദിക്കുവാൻ വേണ്ടി. എന്നെ നിങ്ങൾ വിട്ടുകളയേ, എന്നെ നിങ്ങൾ ഈ കിണറ്റിനകത്ത് ഇട്ടുകളയരുതേ, ഞാനിവിടെ കിടന്ന് ദാഹിച്ചു മരിച്ചു പോകും, എന്നെ നിങ്ങൾ വിട്ടുകളയേ, ഞാൻ എവിടെയെങ്കിലും പൊയ്ക്കോളാം, എന്നെ നിങ്ങളൊന്ന് ജീവനോടെ വിട്ടേക്ക്. ആരൊക്കെയോ കരയുന്നുണ്ട്, എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുക, എന്നെ ഇവിടെ ഒന്ന് തുടരാൻ അനുവദിക്കുക. ഞാൻ നിങ്ങൾക്കൊരു ദോഷവും ചെയ്യുന്നില്ലല്ലോ, ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ, അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ. സിസ്റ്ററെ, നീ കരയുക. ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പാസ്റ്ററെ. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ അറിവിൽ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, പക്ഷേ എന്നെ ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല. കേൾക്ക്, നിന്റെ കരച്ചിൽ നിർത്ത്, എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. ഓ, താങ്ക് യു ലോർഡ്. അമ്മേ, നോക്കൂ, അവൻ്റെ ഒരു സമയത്ത് നിലവിളിക്കുക, എൻ്റെ പൊന്ന് ചേട്ടന്മാരെ, എൻ്റെ പൊന്ന് സഹോദരന്മാരെ, എന്നെ ഒന്ന് ജീവിക്കാൻ വിട്. അമ്മേ, അവർ കേട്ടില്ല. ആ യാചനയുടെ ശബ്ദം അവർ കേട്ടില്ല. സോ തിരശീല വീണു. യോസേഫ് പൊട്ടക്കുഴിക്കകത്ത് തീർന്നു പോയോ? നോ. യോസേഫേ ദയക്കായി യാചിക്കുന്നില്ലേ? ഒരു ഭിക്ഷക്കാരനെ പോലെ അടിമോളെ, നീ കരയുന്നില്ലേ? ഭിക്ഷക്കാരിയെ പോലെ നിൻ്റെ സ്റ്റാറ്റസ് മറന്ന്, നീ നിലകളിൽ നിന്നെക്കുറിച്ച് പറഞ്ഞ് സ്വയം അഭിമാനിച്ച ആ അനുഭവങ്ങളൊക്കെ മറന്ന് നീ കരയുന്നില്ലേ? ആമേൻ. നോക്കൂ, ആ സഹോദരൻ കേട്ടു, നിങ്ങളും കേട്ടു. യോസേഫിൻ്റെ ജീവിതം, അവർ സാഷ്ടാംഗം വന്നു വീണു. അവർക്ക് ജീവിക്കുവാനുള്ളത് കൈനീട്ടി വാങ്ങുവാൻ വേണ്ടി, നിൻ്റെ ദയ കൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങളെ നിറയ്ക്കുവാൻ പോകുക. സിസ്റ്റർ, ആ ഭവനത്തിൽ ഒപ്പമുള്ളവർ നിൻ്റെ ദയ കൊണ്ട് ജീവിക്കും തക്ക വിധത്തിൽ. ഓ ബ്രദർ, നിനക്കൊപ്പം ജോലി ചെയ്യുന്നവർ കേൾക്കണമേ. ആ സഹോദരൻ പരിസർ ഫാമിലിയിലേക്ക് വിളിച്ചു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി.
പ്രൈസർ ഫാമിലിയുടെ ഉപവാസങ്ങൾക്കൊപ്പം പങ്കുചേർന്ന് ഉപവാസങ്ങൾ ക്രമീകരിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങളുടെ ജീവിതം മാറുവാൻ. അങ്ങനെ ആ സഹോദരൻ പ്രാർത്ഥിച്ചു. ചില മാസങ്ങൾ കഴിഞ്ഞു, ജോലി നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു. എന്നാൽ കർത്താവ് ആ സഹോദരന് വേണ്ടി പ്രവർത്തിച്ചു. ജോലി നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, താനായിരുന്ന ആ സ്ഥാനത്ത് നിന്ന് ഒരു പടി മുകളിൽ ആ സഹോദരനെ പോസ്റ്റ് ചെയ്തു. അഥവാ ആ സ്ഥാപനത്തിലെ സൂപ്പർവൈസറായി ആ സഹോദരൻ മാറി. തൻ്റെ കൂടെ ജോലി ചെയ്തവർ, തനിക്ക് വിരോധമായി നിന്നവർ, തനിക്ക് മുമ്പിൽ യാചിച്ച് നിൽക്കുന്നതിനെക്കുറിച്ച് ആ സഹോദരൻ സങ്കടത്തോടെ പറഞ്ഞു, ബ്രദർ, എനിക്ക് അവരോട് ഒരു സങ്കടവുമില്ല, എനിക്കിപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം അവരെന്നെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ്, അവർ എനിക്ക് വിരോധമായി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നതും പ്രൈസർ കുടുംബത്തിലെ അംഗമായി തീരുന്നതും ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഉപവാസത്തിൻ്റെ ശക്തി ഞാൻ അനുഭവിക്കുന്നതും ഇത് ഞാനൊരു സൂപ്പർവൈസറായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടതും. ഒരുപക്ഷെ അവർ എന്നെ സ്നേഹിച്ച് എനിക്കൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഞാൻ അവർക്കൊപ്പം അതേ ഒരു ലേബറായിട്ട് തന്നെ തുടരേണ്ടി വന്നേനെ. അതെ, ചിലർ വിരോധമായി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു പൊസിഷൻ, അടുത്തൊരു പോസ്റ്റ്, ബിസിനസ് ചെയ്യുന്ന ബ്രദർ സിസ്റ്റർ, നിന്നോട് അടുത്തൊരു പൊസിഷൻ, അടുത്തൊരു പോസ്റ്റ് എൻ്റെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. മക്കളെ, അവർ വിരോധമായി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, അവർ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ, അടുത്തൊരു പോസ്റ്റ് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ദൂതേറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ സഹോദരനെ പോലെ നീ ദയയ്ക്ക് വേണ്ടി യാചിച്ചവർ നിൻ്റെ സഹായത്തിന് വേണ്ടി കൈനീട്ടുന്ന നാളുകളെ റെഡിയാണോ കരം നീട്ടി കൊടുക്കുവാൻ? ആ ശൂന്യമായ കരങ്ങളെ ഒന്ന് ദൈവത്തെങ്കിലേക്ക് ഉയർത്ത് എന്നൊരു തീരുമാനമെടുക്ക്. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ഉപവസിക്കും, എൻ്റെ ഈ കയ്യെ നീ നിറയ്ക്കണമേ, എനിക്ക് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ദയയ്ക്ക് വേണ്ടി യാചിച്ചിട്ട് എന്നെ ജീവിക്കുവാൻ വിടണമേ എന്ന് അപേക്ഷിച്ചിട്ട് ചെവി തരാത്തവർക്ക് എനിക്ക് കൊടുക്കേണ്ടതുണ്ട്. കൊടുക്കുക. ഏറ്റവും വലിയ പ്രതികാരം നീ കൊടുത്ത് അത് നിവർത്തിക്കുവാൻ പോകുക. കോണ്ടാക്ട് ചെയ്തോ. ആ പ്രതികാരം ചെയ്യുവാൻ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. തീർന്നില്ല. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിനൊപ്പമായിരിക്കുവാനും ആ ദൈവികമായൊരു ബന്ധത്തിൽ മുന്നേറുവാനുള്ള അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലൈവായി ഞാൻ നിങ്ങൾക്കൊപ്പം എല്ലാ ദിവസങ്ങളിലും കടന്നു വരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നേറാം. വിജയത്തിൻ്റെ, വിടുതലിൻ്റെ രഹസ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് തന്നെ. വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വച്ച് കടന്നു നോക്ക്. ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു ആരാധന അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. സാക്ഷികളുടെ മധ്യത്തിൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൈനീട്ടുന്നു, നിലവിളിക്കുന്നു. യാചനാഭാവത്തോടെ ജീവിക്കുവാൻ അനുവദിക്കണമേ എന്ന് കേണായിരിക്കുന്നവർ, യേശപ്പാ, ഇവർ ആരുടെ മുമ്പിലാണോ ദയയ്ക്ക് വേണ്ടി യാചിക്കുന്നത് അവർ കൈനീട്ടും വിധത്തിൽ ഇവരെ അങ്ങ് ഉയർത്തേണമേ. തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചായിരിക്കുന്നവർ ഉയർച്ചയും വർധനവും വിശാലതയും ഉണ്ടാകട്ടെ. ഇനി ചിലരുടെ ദയയ്ക്ക് വേണ്ടി കൈനീട്ടുവാൻ ഇടവരാത്ത വിധത്തിൽ സ്വർഗം ഇവരെ അങ്ങ് മാനിച്ച് ഉയർത്തണമേ. തൊഴിൽ സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമായി മാറട്ടെ. അങ്ങയുടെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം അങ്ങ് സൗഖ്യമാക്കണം. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ഡിപ്രഷനുകളും ഉറക്കമില്ലായ്മകളും മാറിപ്പോകട്ടെ. സ്വസ്ഥതയില്ലായ്മകൾ മാറിപ്പോകട്ടെ. കുടുംബജീവിതത്തിന് വിരോധമായുള്ള വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. കുടുംബമായി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിക്കുകയും അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ അഴിയട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ മാറിപ്പോകട്ടെ. കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന സകല അസ്വാരസ്യങ്ങൾക്കും ഇന്ന് യേശുവിൻ നാമത്തിൽ അറുതി ഉണ്ടാകട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് കൂടെ കൂട്ടുവാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവർ തന്നെ ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങളെ ദൈവം ഒരുക്കണമേ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശ യാത്രകൾക്കുള്ള സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമായി തീരട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വിസിറ്റിംഗ് വിസ എന്ന ലേബൽ മാറട്ടെ. വർക്ക് പെർമിറ്റ് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. ലൈസൻസ് ടെസ്റ്റുകൾ പാസ്സാകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കോടതി നടപടികളിൽ തീർപ്പുണ്ടാകട്ടെ. കേസ് സംബന്ധമായി അലയുന്നവർ വിടുതലുണ്ടാകട്ടെ. ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. പലിശക്കടങ്ങൾ ജപ്തി നടപടികളും നീങ്ങിപ്പോകട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകി മാനിക്കണമേ. പഠിക്കുന്ന മക്കളെ സ്വർഗം അങ്ങ് അനുഗ്രഹിക്കണമേ. ഇതിവിടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ
ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, പ്രേഷർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, പ്രാപിക്കാം ഏറ്റവും നല്ലത് പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, കർത്താവിങ്കൽ നിന്ന്. നാളെ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രേഷർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.